ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോട്ട്സ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS 2018 വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡായ പാർട്ട് 5 ആണ്. പാർട്ട് 4 വരെ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. കാരണം നമ്മുടെ എക്സാം ഇനി അടുത്തെത്തിക്കഴിഞ്ഞു. ഏറ്റവും നല്ലതായിട്ട് പഠിക്കുക. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതേസമയം പെൻഡുലത്തിൻ്റെ ക്രമമായ ആന്തോളനം കൃത്യമായ സമയനിർണ്ണയത്തിന് ഉപയോഗിക്കാം എന്ന് നിർദ്ദേശിച്ചത് ഗലീലിയോ ആണ്. പെൻഡുലത്തിൻ്റെ ക്രമമായ ആന്തോളനം കൃത്യമായ സമയനിർണ്ണയത്തിന് ഉപയോഗിക്കാം എന്ന് നിർദ്ദേശിച്ചത്. അതേസമയം പെൻഡുലം കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്കാണ് നെയ്യാർ ഡാം. അതിൽ സിംഹങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് മരക്കുന്നം ദ്വീപിലാണ്. നെയ്യാർ ഡാമിൽ സിംഹങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് മരക്കുന്നം ദ്വീപിലാണ്. താഴെ പറയുന്നവയിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള പദാർത്ഥം ഏത്? ഓപ്ഷൻസ്: കരിക്കിൻ വെള്ളം, വെണ്ണ, പാൽ, സോഡാജലം. കരിക്കിൻ വെള്ളമാണ് പൊട്ടാസ്യം കൂടുതലുള്ള പദാർത്ഥം. അടുത്തത്, ജർമ്മൻ സിൽവറിൽ നിക്കൽ, സിങ്ക് എന്നിവ കൂടാതെ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹമാണ്. ഓപ്ഷൻസ്: സിൽവർ, ടിന്ന്, ചെമ്പ്, അലൂമിനിയം. ചെമ്പാണ് ആൻസർ. ജർമ്മൻ സിൽവറിൽ നിക്കൽ, സിങ്ക് എന്നിവ കൂടാതെ ചെമ്പും അടങ്ങിയിരിക്കുന്നു. ഉമിനീര് കൊണ്ട് കൂടുണ്ടാക്കുന്ന പക്ഷിയാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എന്ന പക്ഷിയാണ് ഉമിനീര് കൊണ്ട് കൂടുണ്ടാക്കുന്നത്. അടുത്തത്, മനുഷ്യന് തുല്യമായ ക്രോമസോം സംഖ്യയുള്ള ഒരു ജീവിയാണ്. ഓപ്ഷൻസ് പറയാം: ചിമ്പൻസി, കാട്ടുമുയൽ, പൂച്ച, പശു. കാട്ടുമുയലിൻ്റെ ക്രോമസോം സംഖ്യയാണ് മനുഷ്യൻ്റെ തുല്യമായിട്ടുള്ളത്. അതിൻ്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 46 എണ്ണമാണ്. ബാക്കിയുള്ളവയുടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ചിമ്പൻസിയുടെ ആണെങ്കിൽ 48, പൂച്ചയുടേതാണെങ്കിൽ 38. ചിമ്പൻസി ആണെങ്കിൽ 48, പൂച്ചയുടെ ആണെങ്കിൽ 38, പശുവിൻ്റെ ആണെങ്കിൽ 60. ഈ 3 എണ്ണമെങ്കിലും നിങ്ങൾ മാക്സിമം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. മനുഷ്യൻ്റേത് 46 നമുക്ക് ഓൾറെഡി അറിയാം. അതുതന്നെയാണ് കാട്ടുമുയലിൻ്റേത്. ചിമ്പൻസിയുടെ ആണെങ്കിൽ 48, പൂച്ചയുടെ ആണെങ്കിൽ 38, പശുവിൻ്റെ ആണെങ്കിൽ 60. അടുത്തത്, നൗഡങ്കി എന്ന പ്രാദേശിക നൃത്തരൂപം താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തേതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. ഇവയാണ് ഓപ്ഷൻസിനകത്ത് പറയുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. നൗഡങ്കി എന്ന പ്രാദേശിക നൃത്തരൂപം അത് ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ്. ഉത്തർപ്രദേശിലെ പ്രാദേശിക നൃത്തരൂപമാണ് നൗഡങ്കി. കൽക്കരി നദി എന്നറിയപ്പെടുന്നത് റൈനാണ് കൽക്കരി നദി എന്നറിയപ്പെടുന്നത്. ലിബറാൻ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അയോധ്യ സംഭവമാണ് ലിബറാൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ പുനർനിർമ്മാണത്തിനുള്ള ആശയങ്ങൾ വ്യക്തമാക്കുന്ന ഗാന്ധിജിയുടെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ദേശീയ പുനർനിർമ്മാണത്തിനുള്ള ആശയങ്ങൾ വ്യക്തമാക്കിയത്. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ജവഹർ റോസ്ഗർ യോജന നടപ്പാക്കേണ്ട ചുമതല ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചാൽ ഗ്രാമപഞ്ചായത്തിൽ. ജവഹർ റോസ്ഗർ യോജന നടപ്പാക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് വഴിയാണ്. ഇന്ത്യയിൽ പുഷ്കർ മേള നടക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാനിലാണ് പുഷ്കർ മേള നടക്കുന്നത്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ, ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് നാഗാലാൻഡ് ആണ്. അതുപോലെ ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ മധുരയാണ്. ഗ്രാമത്തിൻ്റെ പേരിൽ നിന്ന് വന്ന ഒരു കലാരൂപമാണ് കുച്ചിപ്പുടി. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമറാണ്. ഗ്രാമത്തിൻ്റെ പേരിൽ നിന്ന് വന്ന കലാരൂപമാണ് കുച്ചിപ്പുടി. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമറാണ്. പഞ്ചകന്യക ഒഡീഷി നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇതാണ് പഞ്ചകന്യക എന്നാണ് ആ പ്രസൻറ്റേഷന് പറയുന്നത്. പഞ്ചകന്യക, അത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. പഞ്ചകന്യക എന്നാണ് ഒഡീഷി നൃത്തരൂപത്തിൻ്റെ പ്രസൻറ്റേഷന് പറയുന്നത്, അല്ലെങ്കിൽ അവതരണ ശൈലിക്ക് പറയുന്ന പേരാണ് പഞ്ചകന്യക. ഭിന്നലിംഗക്കാരെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിലാണ് ഭിന്നലിംഗക്കാരെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കർഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടകയിലാണ് കർഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 112 എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ആർട്ടിക്കിൾ 112. കർണാടകയിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത്.
അതുപോലെ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷകർക്ക് വേണ്ടി PF ഏർപ്പെടുത്തിയത്. കർഷകർക്ക് വേണ്ടി PF ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ആ പഞ്ചാബ് തന്നെയാണ് ഈ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതും പഞ്ചാബിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാർഷിക സർവകലാശാല എന്ന് പറയുന്നത് GV പന്ത് സർവകലാശാലയാണ്. അത് UPയിലാണ്, ഉത്തർപ്രദേശിലെ GV പന്ത് കാർഷിക സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇംഫാലിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി GV പന്ത് UPയിലാണ്. അതേസമയം കേന്ദ്ര കാർഷിക സർവകലാശാല എന്ന് പറയുന്നത് ഇംഫാൽ മണിപ്പൂരിലാണ്. വാഴയും കശുവണ്ടിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് വാഴയും കശുവണ്ടിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രൊജക്ട് എലിഫന്റ് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്. അത് 1992 1992 പ്രൊജക്ട് എലിഫന്റ് എന്ന പദ്ധതി ഇന്ത്യയിൽ വന്നത്. അതുപോലെ തന്നെ എലിഫന്റ് റിസർവുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 28. ഇന്ത്യയിൽ ആകെയുള്ള ആന സംരക്ഷണ മേഖലകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 28 ഉണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ആനയുള്ളത്. അതുപോലെ തന്നെ ആനയെ നമ്മുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് അല്ലെങ്കിൽ ഹെറിറ്റേജ് ആനിമലായിട്ട് പ്രഖ്യാപിച്ചത് 2010 ഒക്ടോബർ 22-നാണ്. 2010 ഒക്ടോബർ 22-നാണ് ഹെറിറ്റേജ് ആനിമലായിട്ട് ആനയെ പ്രഖ്യാപിച്ചത്. എലിഫൻറ്റ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 4-ആണ്. അതുപോലെ എലിഫൻറ്റ് ഫെസ്റ്റിവൽ നടത്തുന്നത് ജയ്പൂർ രാജസ്ഥാനിലാണ് എലിഫൻറ്റ് ഫെസ്റ്റിവൽ നടത്തുന്നത്. ചെങ്ങന്നൂർ രാമൻ പിള്ള ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കഥകളി എന്ന കലാരൂപവുമായിട്ടാണ് ചെങ്ങന്നൂർ രാമൻ പിള്ള ബന്ധപ്പെട്ടിരിക്കുന്നത്. വേളിക്കായലിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാറാണ് വേളിക്കായലിനെ കഠിനംകുളം കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. സ്റ്റീവ് ഇർവിൻ്റെ പേരിലുള്ള കേരളത്തിലെ ചീങ്കണ്ണി സംരക്ഷണ ഗവേഷണ കേന്ദ്രം നെയ്യാർ ഡാമിലാണ് ചീങ്കണ്ണി സംരക്ഷണ കേന്ദ്രം. അത് സ്റ്റീവ് ഇർവിൻ്റെ പേരിലുള്ളതാണ്. കുമരകം ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷനാണ് കുമരകം ബോട്ട് ദുരന്തത്തെ പറ്റി അന്വേഷിച്ചത്. മാറാട് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷനാണ് മാറാട് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച ആദ്യ എണ്ണക്കപ്പലാണ് മോട്ടിലാൽ നെഹ്റു എന്ന എണ്ണക്കപ്പലാണ് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ചത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കള്ളാടി സമുദായക്കാർ ഉള്ളതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് കള്ളാടി സമുദായക്കാർ ഉള്ളത്. കേരളത്തിലെ ഫോറസ്ട്രി കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ വെള്ളാനിക്കരയിലാണ് കേരളത്തിലെ ഫോറസ്ട്രി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കായലായിട്ട് പരിഗണിക്കുന്ന അകലപ്പുഴ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് അകലപ്പുഴ കായൽ. സ്വന്തം പേരിൽ നാണയമിറക്കിയ ആദ്യ കേരളീയ രാജാവാണ് വേണാട്ടിലെ രവിവർമ്മ കുലശേഖര രാജാവാണ് സ്വന്തം പേരിൽ നാണയമിറക്കിയ കേരളീയ രാജാവ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമായ ആദ്യ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥനാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമായ ആദ്യ മലയാളി വനിത. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷയാണ് മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം. ലോകവിപണിയിൽ ഏറ്റവും പ്രിയമുള്ള മഞ്ഞളാണ് ആലപ്പി മഞ്ഞളാണ് ലോകവിപണിയിൽ ഏറ്റവും പ്രിയമുള്ള മഞ്ഞൾ. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി.
ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഖസാക്ക് ഗ്രാമം ഏതു മലയുടെ താഴ്വരയിലാണെന്ന് ചോദിച്ചാൽ ചെതലി താഴ്വരയിലാണ് ഖസാക്ക് ഗ്രാമം. ബ്രാഹ്മണർ അല്ലാത്തവർക്കു വേണ്ടി കേരളത്തിൽ ആരംഭിച്ചിരുന്ന വിദ്യാകേന്ദ്രങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എഴുത്തുപള്ളികൾ എന്നാണ് ബ്രാഹ്മണരല്ലാത്തവർക്ക് വേണ്ടി കേരളത്തിൽ ആരംഭിച്ച വിദ്യാകേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അവു ഖാദർ കുട്ടി നഹയാണ് കേരളത്തിൽ കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്നത്. കേരളത്തിലെ ഡച്ചുകാർ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ PC അലക്സാണ്ടറാണ് കേരളത്തിലെ ഡച്ചുകാർ എന്ന പുസ്തകം എഴുതിയത്. ഒരു ധീവര ആവലാതി എന്ന പേരിൽ കവിതയുടെ രൂപത്തിൽ കൊച്ചി മഹാരാജാവിന് നിവേദനം നൽകിയ വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പനാണ് ഉദ്യാന വിരുന്ന് അഥവാ ഒരു ധീവര ആവലാതി എന്ന പേരിൽ കവിതയുടെ രൂപത്തിൽ കൊച്ചി മഹാരാജാവിന് നിവേദനം നൽകിയത്. അയിത്തോച്ചാടനത്തിനായി ചേന്ദമംഗലത്ത് 1947-48 നടന്ന പ്രക്ഷോഭമാണ് പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനായിട്ട് ചേന്ദമംഗലത്ത് നടന്ന പ്രക്ഷോഭമാണ്.